കൊല്ലത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഉളിയക്കോവിൽ സ്വദേശി ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത്. പ്രതി തേജസ് രാജ് തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. കുത്തേറ്റ് ഫെബിൻ റോഡിൽ വീഴുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൊല്ലപ്പെട്ട ഫെബിന്റെ പിതാവ് ഗോമസിനും കുത്തേറ്റു. അത് സഡൻ പ്രൊവക്കേഷൻ ആയിട്ടുള്ളതാണ്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ദാറ്റ് ബോയ് വാസ് ഓൾസോ കമ്മിറ്റഡ് സൂയിസൈഡ്. തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കണക്റ്റഡ് ആണ് രണ്ടും. വെരി അൺഫോർച്ചുനേറ്റ് ചിൽഡ്രൻ ദീസ് ഡേയ്സ് ഡോണ്ട് ഹാവ് വാല്യൂ മനസ്സിലാവുന്നില്ല ലൈഫിന്റെ. അതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇസ് ദാറ്റ്. നമ്മളെല്ലാം അന്വേഷിക്കുന്നുണ്ട്, എല്ലാ CCTV എല്ലാം നോക്കുന്നുണ്ട്. ഏത് പെട്രോൾ പമ്പിൽ നിന്നാണ് ഇത് വാങ്ങിച്ച്, ഇങ്ങനെ ആരാ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സെല്ല് ചെയ്യുന്നത്, അതും പരിശോധിക്കുന്നുണ്ട്. എല്ലാ ആംഗിളും നോക്കുന്നുണ്ട്. അതെല്ലാം നമ്മളിപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതലൊന്നും പറയാനില്ല. വി ഹാവ് ജസ്റ്റ് ഫൗണ്ട് ദാറ്റ് ഹീ ഈസ് ദ വൺ ആൻഡ് ഹീ ഈസ് നോ മോർ. അപ്പോൾ ഈ പയ്യനെ ബേളം കെട്ടുകൊണ്ടാന്ന് തോന്നുന്നു അകത്തുനിന്ന് വന്നത്. ഷർട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അതാ സംഭവിച്ചത്. ഒരു 22 വയസ്സിനകത്തേ ഉള്ളൂ. BCom സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട്. പിന്നെ സൊമാറ്റോയിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. നല്ല പയ്യനാണ്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം. ഒരു സഹോദരിയുണ്ട്. അവർ ഇവിടെ സഹോദരിയില്ല, അവർ കോഴിക്കോട്ടാണ്. അവർ ഫെഡറൽ ബാങ്കിൽ കണ്ട് വർക്ക് ചെയ്യും. അരുൺ രാജുണ്ട് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ രാജ, പോലീസ് പറയുന്നത് പെട്ടെന്നുണ്ടായ പ്രകോപനമെന്നാണ്. പക്ഷേ ഇതിനായി കരുതിക്കൂട്ടി തന്നെ തയ്യാറെടുത്തിരുന്നു ഈ പ്രതി എന്നതാണ് മനസ്സിലാക്കുന്നത്. തേജസ് രാജിന്റെയും ഒപ്പം കൊല്ലപ്പെട്ട ഫെബിന്റെയും പശ്ചാത്തലം എന്താണ് കൊലപാതക കാരണം, അല്ലെങ്കിൽ ഇത്തരം ഒരു ആക്രമണത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്? ഗൂഗിൾ പെട്ടെന്നുള്ള കാരണമെന്ന് പ്രകോപനമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുമ്പോഴും പ്രതി കൃത്യമായി കരുതിക്കൂട്ടൽ നടത്തിയിരുന്നു എന്നുള്ളത് പോലീസ് ഇക്കാര്യത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ന് വൈകുന്നേരം 6:30 പ്രതിയായ തേജസ് രാജ് ഈ ഫെബിന്റെ വീട്ടിലേക്ക് ആദ്യം എത്തുന്നത്. ഒരു സ്ത്രീയുടെ വേഷം ധരിച്ച് മുഖംമൂടിയടക്കം ധരിച്ചുകൊണ്ടാണ്, മുഖം മറച്ചുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ആ ഘട്ടത്തിൽ ഫെബിനും ഈ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് കൃത്യമായി ഉറപ്പിച്ച ശേഷം പിന്നീടാണ് 2 കൈകളിലായി കുപ്പിയിൽ പെട്രോളും അതുപോലെ തന്നെ കത്തിയും ഈ വീട്ടിലേക്ക് പിന്നീട് ഈ തേജസ് എത്തിയത്. ആദ്യം വീടിന്റെ കോളിംഗ് ബെൽ അടിക്കുകയും ആദ്യം ഈ ഫെബിന്റെ പിതാവ് ഗോമസിനെ കുത്തുകയും ചെയ്തു. പിന്നീട് ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഫെബിൻ ഈ തേജസ് രാജിന്റെ മുമ്പിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് തേജസ് ഫെബിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ഇതിനുശേഷം ഈ വീട്ടിൽ നിന്ന് ഈ ഫെബിന്റെ മാതാവിന്റെ നിലവിളി കേട്ടാണ് ഈ തേജസ് രാജ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്. തുടർന്ന് ഈ കടപ്പാക്കടയിലുള്ള റെയിൽവേ ട്രാക്കിലേക്ക് എത്തുകയും അവിടെ വാഹനം ഉപേക്ഷിച്ച ശേഷം അവിടെ ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ ആത്മഹത്യക്ക് മുമ്പ് ഈ തേജസ് രാജ് കൈഞ്ഞരമ്പുകൾ മുറിച്ചിരുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. കുടുംബങ്ങൾ തമ്മിൽ വലിയ അടുപ്പമുണ്ടായിരുന്നു. ഈ കുടുംബങ്ങളുടെ അടുപ്പം ഇടക്കാലത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് അടക്കം പോവുകയും ചെയ്തു. ഇതാണ് ഈ കൊലപാതകത്തിനും പിന്നീടുള്ള ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ മൊഴിയെടുപ്പടക്കം വേണം. ഈ ഫെബിന്റെ പിതാവ് ഗോമസിന് ഈ വാരിയലിൽ കുത്തേറ്റിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അദ്ദേഹം നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇതിനുശേഷമായിരിക്കും വിശദമായ മൊഴിയെടുപ്പടക്കം ഉണ്ടാവുക. ഈ തേജസ് രാജിന്റെ പിതാവിന്റെയും മാതാവിന്റെയും മൊഴിയെടുപ്പിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത പോലീസിന് കൈവരിക. നിലവിൽ ഈ കുടുംബങ്ങളുടെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് വിശദമായ മൊഴിയെടുപ്പ് പിന്നീട് മതി എന്നുള്ളതാണ് നിലവിൽ പോലീസ് തീരുമാനമെടുത്തിട്ടുള്ളത്. ശരി, അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലത്താണ് അരുംകൊല. അതിനുശേഷം കൊലപാതകത്തിന് ശേഷം ജീവനെടുത്ത പ്രതി തന്നെ സ്വയം ജീവനെടുക്കുന്നു.